എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ യൂസ്ട്രസ് കിഡും ലോയും അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ ബിഗ് മോമിനെ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. ബിഗ് മോം താഴേക്ക് നോക്കും, വലിയ ദ്വാരം. അതിലൂടെ അവൾ താഴേക്ക് പതിക്കുകയാണെങ്കിൽ പിന്നീട് അവൾക്ക് തിരികെ വരാനായിട്ട് കഴിയില്ല. പറഞ്ഞതനുസരിച്ച് യൂസ്ട്രസ് കിഡ് അവനാണെങ്കിൽ വമ്പ ഫോഴ്സിൽ അവന്റെ ആ പവർ അത് ബിഗ് മോമിന് നേരെ ഉപയോഗിക്കും. പക്ഷേ മോം അങ്ങനെ കട്ടയ്ക്ക് ആ പാറയിൽ പിടിച്ചു നിൽക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് മൊമന്റോസ്കി അവനാണെങ്കിൽ ആ ക്ലൗഡുകളെ ദൂരേക്ക് തള്ളി മാറ്റുന്നതിനിടയിൽ നല്ല ഫോഴ്സിൽ ബിഗ് മോമിന്റെ നേർക്ക് അറ്റാക്ക് പോകുന്നത് നോക്കി നിൽക്കുകയാണ്. ഇവിടെ യൂസ്ട്രസ് കിഡ് ആണെങ്കിൽ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ദൂരത്തായിട്ട് ബിഗ് മോം ക്രിയേറ്റ് ചെയ്ത ആ ബീസ്റ്റ് ലേഡി അവളാണെങ്കിൽ ബിഗ് മോമിനെ വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവൾ ബിഗ് മോമിന്റെ അടുത്തേക്ക് വരുമോ, മോമിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയോ ചെയ്യില്ല. ഇവിടെ ബിഗ് മോം ആണെങ്കിൽ അവളുടെ ഹെൽപ്പ് ചോദിച്ച് പിടിച്ചു നിൽക്കും. അത്രയും നേരം ടെൻസ്ഡ് ആയിരുന്ന ബിഗ് മോം ഞൊട്ടിയിടയിൽ അവളുടെ കംപ്ലീറ്റ് എക്സ്പ്രഷന് മാറുകയാണ്. നിങ്ങൾ എന്ത് കരുതി രണ്ടുപേരും ചേർന്ന് എന്നെ അറ്റാക്ക് ചെയ്താൽ ഞാൻ തോറ്റു പോകുന്നു? കാരണവശാലും ഞാൻ തോൽക്കില്ല. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടില്ല. ഇതുവരെ ആരും എനിക്ക് ഇത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ശത്രുക്കളായി കാണുന്നതിനുപരി നിങ്ങളെ മിത്രങ്ങളായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ അവസാനമായിട്ട് 3 ഓപ്ഷൻസ് തരുകയാണ്. ഒന്നുകിൽ നിങ്ങളെ ഞാൻ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ നിങ്ങളുടെ 50 years ഓഫ് ലൈഫ് സ്പാൻ അത് ഞാൻ എടുക്കും. അതിനുശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവസാനമായിട്ട് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ നിങ്ങൾ ചെയ്ത തെറ്റുകൾ അതെല്ലാം ഏറ്റു പറഞ്ഞ് എന്റെ മുൻപിൽ താണു വീണ് മാപ്പ് ചോദിക്കുകയാണെങ്കിൽ എന്റെ അസിസ്റ്റൻസായി എന്റെ ടീമിൽ നിങ്ങൾക്ക് കഴിയാം. ലോയുടെ അസിസ്റ്റൻസ് അവരെല്ലാവരും പേടിച്ച് ബോസ് ആയിട്ടുള്ള യൂസ്ട്രസ് കിഡിനോടും ലോയോടും വിളിച്ചു പറയും, ബിഗ് മോമിന്റെ മുൻപിൽ ഇപ്പൊ നിങ്ങൾ പേടിക്കാനായിട്ട് പാടില്ല. പേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്പാൻ അവർ തീർച്ചയായിട്ടും എടുക്കും. അത് ഓൾറെഡി ലോയ്ക്കും യൂസ്ട്രസ് കിഡിനും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ പേടിക്കാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. പക്ഷേ എന്താ, നിർദ്ദേശം കൊടുത്ത അവരുടെ അസിസ്റ്റൻസ് അവരാണെങ്കിൽ ഇപ്പൊ ബിഗ് മോമിന്റെ പവർ കണ്ട് പേടിച്ച് അവർക്ക് അവരുടെ ലൈഫ് അത് നഷ്ടപ്പെടുകയാണ്. പിന്നെ ലോ ആണെങ്കിൽ ചാടി എഴുന്നേറ്റ് ഇപ്പൊ ബിഗ് മോമിന്റെ അടുത്തേക്ക് പോവാണ്. അത് കണ്ട ലോയുടെ അസിസ്റ്റൻസ് ലോയെ തടയാനായിട്ട് ശ്രമിക്കും. പക്ഷെ ലോ വിശ്വാസത്തോടു കൂടെ ഉറച്ച കാൽവെപ്പോടു കൂടെ അവളുടെ അടുത്തേക്ക് പോകും. യൂസ്ട്രസ് കിഡ് ആണെങ്കിൽ വിളിച്ചു പറയും, നിന്റെ ഓഫർ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നിന്റെ അസിസ്റ്റന്റായി പറയുന്നത് കേട്ട് ജീവിക്കണമല്ലേ? അതിലും ഭേദം മരിക്കുന്നതാണ്. ഓൾറെഡി ബിഗ് മോം നീ ഇപ്പൊ പകുതി മരിച്ചു കഴിഞ്ഞു, ബാക്കി കൂടെ നിന്നെ ഞാൻ ഇല്ലാതാക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവൻ ക്രിയേറ്റ് ചെയ്ത വെപ്പൻ അത് വീണ്ടും ബിഗ് മോമിന് നേരെ നീട്ടും. ലോയാണെങ്കിൽ ബിഗ് മോമിനോട് പറയും, എന്റെ ക്യാപ്റ്റൻ റൊസനന്റെ അദ്ദേഹം ആഗ്രഹിച്ച മൊമെന്റാണിത്. തീർച്ചയായിട്ടും നീ ഇപ്പോ മുൻപിൽ കണ്ട് പെടയാനായിട്ട് പോവാണ്. നിന്റെ നിലവിളി അതെനിക്ക് ലൈഫ് ലോങ് കേൾക്കണമെന്ന് പറഞ്ഞ് ലോ ആണെങ്കിൽ വലിയ റൂം ക്രിയേറ്റ് ചെയ്ത് അതില് നിലവിളിക്കുന്നത് അങ്ങനെ റെക്കോർഡ് ചെയ്തെടുക്കുകയാണ്. ആ സമയം യൂസ്ട്രസ് കിഡ് ആണെങ്കിൽ അവന്റെ വെപ്പൻ വമ്പ ഫോഴ്സിൽ ബിഗ് മോമിന് നേരെ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം ബിഗ് മോം ക്രിയേറ്റ് ചെയ്ത ആ മോൺസ്റ്റർ ലേഡി അവളാണെങ്കിൽ ലോയെ അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞെടുക്കും. അതുകൊണ്ട് ലോയുടെ അസിസ്റ്റൻസ് ലോയുടെ പേര് ഉച്ചത്തിൽ വിളിച്ചു പോവും. ലോ ആണെങ്കിൽ തിരിഞ്ഞു നോക്കും. ആ ഒരു ബീസ്റ്റ് അത് തൊട്ടടുത്തെത്തി കഴിഞ്ഞു. അവന്റെ സ്ക്വാഡ് നീട്ടി അതിനെ അച്ചറം പൊച്ചറം വെട്ടും. ഇവിടെ ബിഗ് മോം ആണെങ്കിൽ അവളുടെ ശബ്ദവും രൂപവും കണ്ട് പിടിച്ചവരുടെ എല്ലാം തന്നെ സോളുകൾ അബ്സോർബ് ചെയ്തെടുത്തു. ഇപ്പോ ലോ അവളെ മുഴുവനായിട്ടും ആ റൂമിൽ ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ അവളുടെ ശബ്ദം പുറത്തേക്ക് വരില്ല. അവളാണെങ്കിൽ വീണ്ടും അവളുടെ ക്ലൗഡ് പവറിനെയും അതുപോലെ സൺ പവറിനെയും വിളിച്ചുകൊണ്ടേയിരിക്കും. റൂമിൽ ലോക്ക് ആയതുകൊണ്ട് അവളുടെ ശബ്ദം പുറത്തേക്ക് വരാതെ അവൾ ആ ദ്വാരത്തിലൂടെ വീഴാനായിട്ട് തുടങ്ങും. യമട്ടോ ആണെങ്കിൽ ആ ഒരു രൂപം കണ്ട് ഷോക്കാവും. അവളാണെങ്കിൽ നിർത്താതെ ആ മോൺസ്റ്ററായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ബിഗ് മോമിനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. എന്തുകൊണ്ടാണ് എന്റെ ശബ്ദം അത് പുറത്തേക്ക് കേൾക്കാത്തയും ചിന്തിച്ച് അവൾ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും അവൾ വീഴുന്ന അല്ലെങ്കിൽ താഴേക്ക് പതിക്കുന്ന ആ ഒരു ഭാഗത്തായി വെപ്പൻസ് റൂം കാണുക. അവളാണെങ്കിൽ ഞൊട്ടിയിടയിൽ അതിലേക്ക് കൈ കടത്തിവിട്ട് ഒരു ബോംബ് പൊട്ടിക്കാനായിട്ട് ശ്രമിക്കും. യമട്ടോ ആണെങ്കിൽ അവളുടെ ഫുൾ പവർ ഉപയോഗിച്ച് ബിഗ് മോമിനെ പ്രസ് ചെയ്യും. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബിഗ് മോം ആഗ്രഹിച്ചതുപോലെ അതിലൊരു ബോംബ് അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. അതിന്റെ ഫോഴ്സിൽ ബിഗ് മോം തന്നെ ദൂരേക്ക് തെറിച്ചു പോകും. മൊമന്റോസ്കി ആണെങ്കിൽ ആ ശബ്ദം കേട്ട് ഞെട്ടും. അവൻ എന്താ സംഭവിച്ചതെന്നറിയാൻ ആ ഭാഗത്തേക്ക് നോക്കും. അപ്പൊ അവൻ കാണും ബിഗ് മോം അങ്ങനെ ഫ്ലൈ ചെയ്ത് പോകുന്നത്. ബിഗ് മോം ആണെങ്കിൽ ലോ ക്രിയേറ്റ് ചെയ്ത ആ കുഴിയിൽ നിന്ന് ഒരുപാട് നീങ്ങി ഇപ്പൊ മറ്റൊരു ഭാഗത്തേക്കാണ് തെറിച്ചു പോവുക. എങ്കിലും നമ്മുടെ ആൾക്കാർ രണ്ടുപേരും ചേർന്ന് എംപറേഴ്സിൽ ഒരാളായിട്ടുള്ള സാക്ഷാൽ ബിഗ് മോമിനെ ഇപ്പൊ തോൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ ബിഗ് മോം അവളാണെങ്കിൽ കൺട്രോൾ പോയി അത്രയും വലിയ കുഴിയിലൂടെ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബിഗ് മോമിന്റെ നിലവിളി കേട്ട് മൊമന്റോസ്കി ആണെങ്കിൽ വണ്ടർ അടിച്ച് ബിഗ് മോമിനെ നോക്കും. അവള് നല്ല ഫോഴ്സിൽ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. മൊമന്റോസ്കിക്ക് പിടികിട്ടും നമ്മുടെ ആൾക്കാർ അവരുടെ ഡ്യൂട്ടി വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും വലിയ പവർഫുൾ ആയ 4 എംപറേഴ്സിൽ ഒരാളായ ബിഗ് മോം ആണ് ഇപ്പൊ നോക്ക് ഡൗൺ ആയി താഴേക്ക് പോകുന്നത്. സോ ഐലാൻഡായ വാനോക്കിൻഡത്തെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ കുറെ കൂടെ ഫോഴ്സിൽ ഇപ്പൊ ക്ലൗഡിനെ മുൻപിലേക്ക് തള്ളാനായിട്ട് തുടങ്ങും. ബിഗ് മോം ആണെങ്കിൽ താഴേക്ക് വരെ യൂസ്ട്രസ് കിഡിനെയും ലോയെയും ചീത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ 2 പൊടി പയ്യന്മാർ അവർ കാരണമാണ് ഞാനിപ്പോൾ ഈ അവസ്ഥയിലായത്. ഞാൻ നിലവിളിക്കുന്നത് പോലും എൻ്റെ അസിസ്റ്റൻസിന് കേൾക്കാനായിട്ട് കഴിയുന്നില്ല.
ഞാൻ ഇത് പൈലറ്റ് ആവാൻ ആഗ്രഹിച്ച ഒരാളാണ്. അതിലേക്ക് ഏകദേശം ഞാൻ അടുത്തെത്തിയിരുന്നു. എല്ലാം കാരണക്കാരൻ ആ കോൾഡി റോജറാണെന്ന് പറഞ്ഞ് അവൾ വീണ്ടും വീണ്ടും താഴേക്ക് പോകും. കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ കോൾഡി റോജറിനെ എക്സിക്യൂഷന് വേണ്ടി അത്രയും വലിയ ആ ഒരു നേവി ബേസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാവരും ചുറ്റും നിന്ന് ആകാംക്ഷയോടുകൂടെ ഒരു കാഴ്ച അങ്ങനെ നോക്കി നിൽക്കും. റോജറിന് ഇഷ്ടമുള്ള ഒരുപാട് പേര് തകർന്ന മനസ്സോടുകൂടെ ഒരുപാട് വേദനയിൽ ആ കാഴ്ച കാണും. മറ്റൊരു ഭാഗത്ത് ഒരു കൂട്ടം ജനങ്ങളാണെങ്കിൽ കോൾഡി റോജർ ആള് കണ്ടെടുത്ത ആ വൺ പീസിനെ കുറിച്ച് ചോദിക്കും. അതിനാൾ പൊട്ടിച്ചിരിച്ച് അവരോട് മറുപടി പറയും. ഇവിടെ കണ്ടെത്തിയതും ഞാൻ നേടിയതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഇവിടെ തന്നെ ഉപേക്ഷിച്ചാണ് കടന്നു പോകുന്നത്. അത് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താമെന്ന് പറഞ്ഞ് ആളങ്ങനെ എക്സിക്യൂഷന് വിധേയമാവും. ഒരു ചെറിയ സ്ട്രൈക്കിംഗ് പോയിന്റ് അവിടെ വെച്ചാണ് ഒരു ന്യൂ പൈററ്റ് എറ അത് തന്നെ സ്റ്റാർട്ടായി ഒരുപാട് പൈററ്റ്സ് ഈ ലോകത്തേക്ക് കടന്നു വന്നത്. ആ ഒരു വൺ പീസ് അൾട്ടിമേറ്റ്ലി അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം. ബിഗ് മോം ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് താഴേക്ക് വീഴാണ്. മറ്റൊരു ഭാഗത്ത് ബ്രൂക്ക് അവനും ടീമും ആണെങ്കിൽ ഫയർ അങ്ങനെ കത്തിയിരിക്കുന്ന ഭാഗത്തൂടെ ഉഷാറായിട്ട് അങ്ങനെ ഓടും. മറ്റൊരു ഭാഗത്ത് സോറോ അവനാണെങ്കിൽ ഒരു ഇല്യൂഷനിൽ പെട്ട് കിടക്കുകയാണ്. ആരോ അവനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് അവന് ഫീൽ ചെയ്യും. അതേസമയം ഇവിടെയാണെങ്കിൽ ചെയ്ത റൈസോ ആണെങ്കിൽ ബോഡി മുഴുവൻ തീ കത്തി പടർന്നിട്ടും അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും അവന്റെ ഓപ്പണന്റിനെ വെറുതെ വിടാനായിട്ട് റൈസോ തയ്യാറല്ല. റൈസോ ആണെങ്കിൽ നല്ല രീതിയിൽ ഫയറിൽ കത്തി എരിയാണ്. ഓപ്പോസിറ്റ് ഉള്ളവനും ഫയർ അങ്ങനെ മുഴുവനായിട്ടും പിടിച്ച് ഇപ്പൊ റൈസോട് കെഞ്ചാണ്. പ്ലീസ് ദയവ് ചെയ്ത് എന്നെ അൺഡു ചെയ്യണം. പക്ഷെ റൈസോ ആണെങ്കിൽ സ്ട്രോങ് ആയിട്ട് അങ്ങനെ നിൽക്കും. മറ്റൊരു ഭാഗത്ത് വിശ്വസുന്ദരി അവൾ നിർത്താതെ മ്യൂസിക് വായിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ മ്യൂസിക് ഒക്കെ കേട്ട് ആസ്വദിച്ച് നിൽക്കുമ്പോഴായിരിക്കും മാൻഷനിൽ മുഴുവനായിട്ട് ഒരുപാട് ശബ്ദങ്ങളും ജനങ്ങളെല്ലാവരും സോൾജിയേഴ്സ് എല്ലാവരും ശബ്ദം ഉണ്ടാക്കി ഓരോ ഭാഗത്തേക്ക് ഓടുന്ന ശബ്ദങ്ങൾ അതവൻ കേൾക്കുക. പക്ഷെയാണെങ്കിൽ ഉടനെ ആരുടെയൊക്കെ പേര് വിളിക്കും. എവിടെ നിന്നും യാതൊരു റെസ്പോൺസും കിട്ടില്ല. അതേസമയം ബിഗ് മോം അവള് അങ്ങനെ ഒഴുകി നടക്കുകയാണ്. ആ സമയത്തും അവളുടെ മനസ്സിൽ വരിക പൈററ്റ് കിങ് റോജർ പറഞ്ഞ കാര്യങ്ങളായിരിക്കും. ആ വൺ പീസിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ. അവൾ ആ ഒരു വൺ പീസും പൈററ്റ് കിങ് എന്നുള്ള സ്ഥാനവും അത് ഒരുപാട് ആഗ്രഹിച്ചതാണ്. അത് അവളെ കൊണ്ട് നേടിയെടുക്കാൻ കഴിയില്ല എന്നൊക്കെ ചിന്തിച്ച് അവൾ താഴേക്ക് വീണുകൊണ്ടേയിരിക്കും. ആണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കും. അപ്പൊ ദൂരത്തായിട്ട് ആ ഫ്ലവർ ക്യാപിറ്റൽ കാണുകയാണ്. അവിടെ ജനങ്ങളെ പ്രകൃഷിമേൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ ആർത്തുല്ലസിച്ച് ആ ഒരു ഫയർ ഫെസ്റ്റിവൽ അത് അടിച്ചു പൊളിക്കുകയാണ്. അത് കാണുമ്പോൾ ബിഗ് മോമിന് അവളുടെ കുട്ടിക്കാല ഓർമ്മകൾ അതൊന്നൊന്നായിട്ട് അവളുടെ മനസ്സിലേക്ക് കടന്നു വരും. അവിടുന്ന് ഇപ്പോൾ അവൾ വന്ന് നിൽക്കുന്നത് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. അവൾ വീണ്ടും സ്ട്രെസ് കിഡിനെ കുറിച്ചും ലോയെക്കുറിച്ചും ഓർത്ത് ടെററാവും. ഒരു കാരണവശാലും നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല, മറക്കില്ല. ഞൊടിയിടയിൽ ബിഗ് മോം ആണെങ്കിൽ ആ ഒരു വലിയ മാഗ്മയിലേക്ക് അടിച്ചു വീഴുകയാണ്. ഇവിടെ യൂസ്ട്രസ് കിഡും ലോയും അവർ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് മോമും ന്യൂ എറയിലുള്ള പൈററ്റ്സും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ബിഗ് മോമിനെ തോൽപ്പിച്ചു. കട്ട് ചെയ്ത നമ്മുടെ മൊമൻറ്റോസ്കി അവനാണെങ്കിൽ നിർത്താതെ വീണ്ടും വീണ്ടും അവൻ്റെ മാക്സിമം കൊടുത്ത് പുള്ളി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ മൊമൻറ്റോസ്കി ആണെങ്കിൽ വീണ്ടും ആ സോ ഐലാൻഡിലെ ജയന്റ് ആനയുടെ ശബ്ദം കേൾക്കുകയാണ്. അത് ആ നേവിക്കാരുടെ ഇടയിൽ പെട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. മൊമൻറ്റോസ്കി ആണെങ്കിൽ ചുറ്റും നോക്കും. അപ്പോൾ അവൻ്റെ പുറകിലായി ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുന്ന നമ്മുടെ യമോട്ടോയെ കാണും. യമോട്ടോയ്ക്ക് ഇപ്പം മൊമൻറ്റോസ്കിയെ കാണുമ്പോൾ ഭയങ്കര അഭിമാനം. അവൻ അവൻ്റെ ഫുൾ സ്ട്രെങ്ത് കൊടുത്ത് ഐലാൻഡിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മൊമൻറ്റോസ്കി ആണെങ്കിൽ ആ സോ ഐലാൻഡിനെ കുറിച്ച് ഇപ്പോൾ അവളോട് പറയും. അത് കേട്ട് യമോട്ടോ ആണെങ്കിൽ ഷോക്കായിട്ട് മൊമൻറ്റോസ്കിയെ തന്നെ നോക്കും. ആക്ച്വലി അവൾ ആ ആനയെ കണ്ടിട്ടില്ല. പക്ഷേ ഓടന്റെ ജേണലിൽ അവൾ അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. രണ്ടുപേരും എന്തോ ഒരു കാര്യം ആലോചിച്ച് ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.